ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ കൊച്ചി വരെ ഒന്ന് ചുമ്മാ ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സോ ഇവിടെ ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്ത് ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഒറ്റ ഇറക്കാം. ബാക്കിയുള്ള ഞാൻ അനുസരിച്ച് വിചാരിച്ച് ഒരു ദിവസം കറങ്ങാം. ഞാൻ ഒറ്റക്കന്നെ ഉള്ളൂ. ഒരു ദിവസം കറങ്ങാം. നാളെ നൈറ്റ് എന്തായാലും തിരിക്കും. നാളെ അവിടുന്ന് തിരിച്ചിട്ട് മറ്റന്നാൾ അവിടെ എത്തിയിട്ട് ഹോസ്റ്റലിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങിയതാണ്. ചുമ്മാ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. മൈൻഡൊക്കെ ഒന്ന് സെറ്റായി ഇങ്ങനെ ഇറങ്ങാമല്ലോ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതാണ്. ഇപ്പോൾ നാട്ടിൽ ചെട്ടിപ്പടിയുള്ളത്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വരാം. എൻ്റെ അടുത്ത് പവർ ബാങ്ക് ഇല്ല, ചാർജർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാർജ് കയറുന്ന കഴിഞ്ഞാൽ ഇതിൽ പമ്പിലൊക്കെ കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇങ്ങനെയായാലും നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ലൊക്കേഷൻ കിട്ടുന്നില്ല. എൻ്റെ ഫോണിൽ റേഞ്ചിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. ലൊക്കേഷൻ കിട്ടുന്നില്ല. അത് കിട്ടൽ നിർബന്ധമാണ്. പക്ഷേ കുറച്ച് വരെ വഴി അറിയാം. പക്ഷേ വേറെ എന്തെങ്കിലും റൂട്ടും കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിലെടുക്കുന്നത്. എന്തായാലും നോക്കട്ടെ. ഞാനങ്ങനെ വന്ന് തിരൂര് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു. ഇപ്പോൾ ഞാനൊരു പമ്പിൽ നിർത്തിയാണ്. വണ്ടീൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് നിർത്തിയതാണ്. ഇതും കുറേ പോകാണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്ന് റെഡി ആക്കിയിട്ട് പോയാൽ എന്താ പ്രശ്നം എന്നറിയില്ല. നെറ്റ് കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ ഇന്ന് റീചാർജ് കഴിയും. ഞാൻ റീചാർജ് ഇന്ന് കഴിയും. പക്ഷേ ഞാൻ വരുന്നോണ്ട് ഇപ്പോൾ വരുമ്പോൾ തന്നെ കയറ്റിയിട്ടാണ് വന്നത്. കാരണം ഇപ്പോൾ ബൈക്കൊന്നും ഇവിടുന്ന് കുടുങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് കയറ്റിയിട്ടാണ് വന്നത്. പക്ഷേ നെറ്റ് കിട്ടുന്നില്ല. പക്ഷേ ഈ റോഡിൻ്റെ സൈഡിലുള്ള ഇതുണ്ടല്ലോ, നമ്മളെ ഇത്ര കിലോമീറ്റർ, എറണാകുളത്തേക്ക് ഇത്ര കിലോമീറ്റർ, അത് കണ്ടിട്ടാണ് ഞാൻ ഓടിക്കണേ ഏകദേശം. എന്തായാലും നെറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. നോക്കാം. കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സൈഡാക്കിയിട്ട് എന്തെങ്കിലും തീരുമാനിക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നോക്കി പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ പോട്ടപ്പോൾ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ എത്രയായി? ഒരു 8:23, ഒരു 11 വരെ ഓടിച്ചിട്ട് സൈഡാക്കിയിട്ട് നാളെ പുറത്തോട്ട് ഇറങ്ങാന്നുള്ള മൂഡാണ് എനിക്ക്. നോക്കട്ടെ. 100 ചില്ല കിലോമീറ്റർ ഇഞ്ഞുണ്ട്. അങ്ങനെയെങ്കിൽ കവർ ചെയ്യണം. ജിയോന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ഈ പോലത്തെ നെറ്റ് കിട്ടാത്തതുകൊണ്ട് എഡങ്ങാറായുണ്ട്. ഈ ലൊക്കേഷന് പോകണമെന്നില്ല. ഇവർക്ക് മറ്റേ അവരെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് കൊണ രാഷ്ട്രീയ ചെക്കന്മാരോട് ചോദിച്ചാൽ കുറച്ചൊക്കെ പഠിച്ചു. ഞാൻ വ്ളോഗ് വല്ലാണ്ട് ഫോക്കസ് ചെയ്തില്ല. കാരണം എങ്ങനെയെങ്കിലും ഓടി എത്തണം എന്നുള്ളൊരു മൂഡ് മാത്രമേ ഉള്ളൂ. കുറേ ഓടിയതിന് ശേഷം ഇപ്പോൾ കുറച്ചും കൂടി പോകുന്നു. കുറച്ചധികം ഇങ്ങോട്ട് ഓടിയെത്തി. ഏതൊരു നേരെ പമ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ സ്ഥലം കറക്റ്റ് അറിയില്ല. പക്ഷേ ഞാൻ ഒന്ന് വണ്ടി ഒതുക്കിയാട്ടെ. ഇവിടുന്ന് എങ്ങനെ പോകേണ്ടതെന്നും കറക്റ്റ് അറിയില്ല. ഒന്നും അറിയില്ല. അത്യാവശ്യം നല്ല വലിയ പമ്പാണ് കണ്ടോ. ഇങ്ങനത്തെ പമ്പൊക്കെ നോക്കി എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ അടിക്കാനാണ് മൂഡ്. പക്ഷേ എനിക്ക് കുറച്ചും പാടി ഓടണം. എങ്ങനെയെങ്കിലും ഒരു ഇപ്പോൾ സമയം 9:20 ആയിട്ടുള്ളൂ. ഒരു 10 മണി 10:30 വരെ എങ്ങനെയെങ്കിലും ഓടിയിട്ട് സൈഡാക്കിയിട്ട് കിടക്കാന്നുള്ള മൂഡിലാണ്. നെറ്റൊന്ന് കിട്ടിയ എന്തെങ്കിലുമൊക്കെ കാട്ടിന്. ഇത്രയും നേരം ഈ സൈഡിലുള്ള പോസ്റ്റ് പോലെ കാര്യങ്ങളൊന്നും വെളിച്ചല്ലേ. ഇപ്പോഴാണ് വെളിച്ചം വന്നു തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ നെറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കുറേ നേരമായി അതിൻ്റെ വയറ്റിൽ നടക്കും. കുറേ നേരം. പക്ഷേ അത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിടക്കാറാണ്. പിന്നെ ഇവിടെ വലിയ ഹൈവേ ആയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും കിട്ടിയില്ലെങ്കിൽ ഒരു ഇടങ്ങാറാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതവിടെ സ്ഥലമൊന്നും കയറില്ല. പക്ഷേ ഇവിടുത്തെ വർക്ക് നടന്നുകൊടുക്കണം. അപ്പോൾ മേലത്തെ വണ്ടിയാണ്. നമ്മളവിടെ തന്നെ ബെറ്ററായി വരുന്നുള്ളൂ തോന്നുന്നു. അങ്ങനെ ഇവിടുന്ന് ആ തല മുതൽ ഇത്തല വരെ ആയി വരണ്ടേ. എന്തായാലും ടൈം എടുക്കും. ഞാൻ എന്തായാലും പോട്ടെ. പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ റീചാർജ് നാളെ കയറുള്ളൂ. അയ്യോ ചാവി. ഞാൻ റീചാർജ് ചെയ്തു. പക്ഷേ നാളെ കയറുള്ളൂ. ഇന്നത്തെ വാലിഡിറ്റി പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നാളത്തേക്കുള്ള പ്ലാൻ കയറുള്ളൂ എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഒരു മൊബൈൽ ഷോപ്പ് ചോദിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ റിപ്പീറ്റ് റീചാർജ് ഒരു 19 ചെയ്തപ്പോൾ റെഡി. ഇനിയിപ്പോൾ 77 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എന്തായാലും ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് ലൊക്കേഷൻ ഇട്ടിട്ട് പോകും. ഇങ്ങനെ മാപ്പും വർക്കായിരിക്കുകയാണ്. 80 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഓക്കെ. ഒരു 50 കിലോമീറ്ററെങ്കിലും 12.25 കാണിക്കുന്നത്. അത്രയൊന്നും ഞാൻ ഓടുന്നില്ല. ഞാനൊരു 50 കിലോമീറ്റർ 50 കിലോമീറ്ററെങ്കിലും ഓടി തീർക്കണം. അത്രേ ഉള്ളൂ. ഫോണിൽ ചാർജ് 34 ഉള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ ചാർജ് ആവണതിൻ്റെ മുന്നേ എങ്ങനെയെങ്കിലും എത്തിക്കണം. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും സൈഡാക്കിയിട്ടൊക്കെ നോക്കാം. ഞാൻ 2 പമ്പ് ചോദിച്ചു. പക്ഷേ 2 പമ്പിലും സ്റ്റേ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത പമ്പിൽ നോക്കണം. ഫുള്ള് മേല് മൊത്തം പൊടിയായി. ഇവിടെയൊക്കെ പൊടി. ഇതൊക്കെ ഷർട്ട് പോലൊക്കെ പൊടി. വണ്ടീൻ്റെ ഇവിടെയൊക്കെ പൊടിയായി. ഫോണിൻ്റെ ബാക്ക് കേസ് മൊത്തം പൊടി. പൊടി കൊണ്ടൊരു ഏറും കളിയാണ്. കുറച്ചും പാടി ഫ്രണ്ടിലേക്ക് പോയാൽ ഇനിയും ഒരു പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോയി നോക്കാം. അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിക്കാം. ഇല്ലെങ്കിൽ ഗൈസ് അങ്ങനെ ഫൈനലി നമുക്ക് ടെൻ്റ് അടിക്കാനുള്ളൊരു സ്പോട്ട് റെഡി ആയിരിക്കുകയാണ്. ഗൈസ് എനിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു ഇവിടെ അടിക്കാൻ പറ്റുന്നത്. സോ എന്നോട് ഈ ഒരു ഗ്യാപ്പിൽ അടിച്ചോളാൻ പറഞ്ഞു. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് പോകണം. എന്നാലും കുഴപ്പമില്ല, അടിക്കാൻ പറഞ്ഞു. അവിടെയുള്ള സ്റ്റാഫുകളുണ്ട്, അവിടെ ഒരിടത്തൊന്ന് ജസ്റ്റ് അറിയിക്കാൻ പറഞ്ഞു. എന്തായാലും അൽഹംദുലില്ലാ ഞാൻ എന്തായാലും ടെൻ്റൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കട്ടെ. ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ വെച്ചാൽ 63 കിലോമീറ്റർ ഉണ്ട്. അതെന്തായാലും രാവിലെ ഞാനൊരു ഇവിടുന്ന് 6 മണിക്ക് അടിക്കണം. 6 മണിക്ക് ടെൻ്റിൽ മാറ്റി വെച്ച് ഇന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി
അപ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേന് എങ്ങനെയായാലും എത്തും. 8 9 മണി ആകുമ്പോഴത്തേന് എത്തും. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പ്ലാൻ ചെയ്യാം. എന്തായാലും ഇപ്പോൾ ടെൻ്റ് അടിക്കട്ടെ, കുറച്ചൊരു ഫോൺ കുത്തിരട്ടെ. ഫോൺ കുത്താനുള്ള പോട്ട് ഇവിടെ ഉള്ളത് കമ്പിൻ്റെ അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ പോയാൽ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ജെൻസിൻ്റെ ജെൻസിൻ്റെ കുഴപ്പമില്ല. ഓ സെറ്റ് വൃത്തിയുണ്ട്, നല്ല സ്പേസും ഉണ്ട്, വൃത്തിയുണ്ട്. ഇതൊക്കെ ടോയ്ലറ്റ് നല്ല വൃത്തി നീറ്റാണ്. ചെറിയ ചെരുപ്പ് എവിടെയാണ് ചളി മാത്രമല്ലോ, ബാക്കിയൊക്കെ നീറ്റാണ്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരു സോപ്പോ ഒരു ഫേസ് വാഷോ പോലും എടുത്ത് കൈമ വെച്ചിട്ടില്ല. അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ എന്തായാലും ആ ചേട്ടനോടൊന്ന് പറയട്ടെ, ഞാൻ അവിടെ ജസ്റ്റ് ടെൻ്റ് അടിക്കുന്നുണ്ടെന്നല്ലേ. അടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അടിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് നേരം ഫോൺ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനിവിടെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. താഴെ ഇവിടെയാണ് പുറത്ത് വരുന്നത്. ബാക്കി രാവിലെ പിന്നെ നീച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചാൽ മതി. കുളിക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കുത്തി വെച്ചിട്ട് പോന്നാൽ മതി. ഫുഡ് കഴിക്കാൻ അവിടെ കടിയുണ്ട്. എന്തായാലും ഞാനതൊന്ന് റെഡി ആക്കണം. അപ്പോൾ അതെന്തെങ്കിലും കഴിക്കല്ലേ. ഫേസ് ഒരു സ്മൂത്ത് വാങ്ങി, സ്മൂത്ത് ഫേസ് ഒന്ന് വാഷാക്കണം. ഫേസ് നിറച്ച് പൊട്ടി ആയിട്ട് മൊത്തം അലമ്പാണ്. ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ടെൻ്റൊക്കെ ഒന്ന് അടിച്ച് ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇപ്പോൾ വരാം. എന്നിട്ട് കുറച്ച് നേരം ഫോൺ കുത്തിയിട്ടിട്ട് ഇവിടെ ഇരിക്കാം. അതാണ് എന്നിട്ട് അങ്ങനെ ടെൻ്റ് അടി പരിപാടി കഴിഞ്ഞു. ഇത് കണ്ടോ, ടെൻ്റ് ഫുള്ള് സെറ്റാക്കി, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനം സെറ്റാക്കി. ഇനി ഹെൽമെറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കണം. ഹെൽമെറ്റ് ഇവിടെ വെച്ചാൽ ഹെൽമെറ്റ് വണ്ടി പോകുന്നുണ്ടല്ലേ, ഹെൽമെറ്റ് ആരും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ടെൻ്റ് ഫുള്ള് സെറ്റായി. ഇനി ജസ്റ്റ് എനിക്കൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ ഷൂ മാറ്റി ചെരുപ്പാക്കി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫോണൊന്ന് കുത്തിരണം, ഒന്ന് മാറ്റി സെറ്റായിട്ട് ഒന്ന് ഇറങ്ങാം. എന്തായാലും ഒന്ന് സെറ്റാക്കട്ടെ. ഇനി മെയിനായിട്ട് എനിക്കെൻ്റെ 12 മിനി മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. അതിനോട് ഇത് ഈ സിബിലേക്ക് വെക്കാം. ഇതിനെ ഒളിപ്പിച്ച് വെച്ചാൽ മതി. ഇത് അധികം ശ്രദ്ധിക്കപ്പെടാത്ത സിബാണ്. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് ലോക്ക് ചെയ്യുക. ഇതുകൊണ്ട് ലോക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ക്ലിപ്പ് ഇട്ടാൽ ഇവിടെ വലിയ പ്രശ്നമില്ല. ഇതങ്ങോട്ട് സെറ്റാവും. പിന്നെ പമ്പിലുള്ളതൊക്കെ മലയാളികൾ തന്നെ കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സമയം എത്ര 10:30 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഓരോരുത്തൊക്കെ സംസാരിച്ചിരിക്കണം. എന്തായാലും ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു 11 മണി 12 മണി എന്താ 12 മണി എന്തായാലും 6 മണിയാകുമ്പോൾ നീക്കണം. 6 മണിയാകുമ്പോൾ നീച്ച് ഫ്രഷായി ഒരു 7 മണി 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. പെട്രോൾ അടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു പ്ലാനും ഇല്ല. നാളെ നൈറ്റ് ആകുമ്പോൾ നാളെ നൈറ്റ് ഞാൻ ഇവിടുന്ന് തിരിക്കും. നാട്ടിലെത്തും അറിയില്ല, പക്ഷെ തിരിച്ചിട്ട് മറ്റന്നാളെ മോർണിംഗ് ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് പെരയെത്തണം. അങ്ങനെയാണ് പ്ലാനിങ്. ബാക്കിയുള്ള കാര്യം വലിയ കല്ലി ഇത്രേ ഉള്ളൂ. 10:30 10:45 മുഖം എൻ്റെ മോനെ കണ്ണലെല്ലാം പൊടി അടിച്ചിട്ട് വലിയ ലോറികളാണ്. പിന്നെ ഇവിടെ റോഡ് പണി നടക്കണുള്ളൂ. പൊടി അടിച്ചിട്ട് കിണ്ണം പൊടി അടിച്ചിട്ട് ഡമ്മോ. പിന്നെ ആകെ ഒരു ഉപകാരം ഹെൽമെറ്റ് ഫുൾ കവറായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ബാക്കിയൊക്കെ സുഖം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഇടി മഴ പെയ്താൽ ഇടങ്ങാറാണ്. മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും തോന്നുന്നുണ്ട്. പക്ഷെ വെള്ളം ഇറങ്ങിയാലാണെങ്കിൽ ഇടങ്ങാറ്. വെള്ളം ഇറങ്ങുമോ പറയാൻ പറ്റില്ല. ചിലപ്പം ഇറങ്ങിക്കൂടാ ഇല്ല. അവിടെ ആണെന്നുണ്ടെങ്കിൽ കാറൊക്കെ വന്നിട്ട് ഒരു എക്സോസ്റ്റൊക്കെ കയറ്റിയിട്ട് സാധനമുണ്ട്, പൊളി സാധനം. പക്ഷേ ടെൻഷൻ എന്താടാ, ഈ ഇടി വെട്ടുമ്പോൾ ഞാൻ ഇവിടെ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, അതാണ് എൻ്റെ ടെൻഷൻ. മിന്നലുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാല്ലേ. ഇടിയൊക്കെ ഒന്ന് ഒതുങ്ങുകയാണെങ്കിൽ കിടക്കാം. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല മിന്നൽ കയറുന്നുണ്ട്, ഇടിയും വിട്ടിട്ടുണ്ട്. മഴ പെയ്താൽ ഞാൻ ഉറക്കത്തിൽ നീച്ചിട്ട് ആ ബാഗെല്ലാം എടുത്ത് മാറ്റി ഇതെല്ലാം പാടി അവിടെ കൊണ്ടുപോയിടണ്ടേ. തണ്ടെങ്ങാനും നിറഞ്ഞാൽ പിന്നെ ആകെ മൂട് പോകും. ഞാൻ മൊത്തം തുടച്ചാക്കി വരണം. പക്ഷെ അതെല്ലാം ഇല്ലേ, ഈ ടെൻ്റ് ഇവിടുന്ന് എടുത്തിട്ട് ഈ വേലതില്ലേ ഷട്ടർ, അതിൻ്റെ നേരെ താഴെ കൊണ്ടിട്ടാലോ എന്നാലേക്ക്. അതാകുമ്പോൾ പിന്നെ മഴ കൊള്ളൂലല്ലോ. അല്ലെ പിന്നെ ഞാൻ ഇരിക്കണം ഇതിൻ്റെ ഉള്ളിലിടണം. പക്ഷെ ഇവിടെ സൈക്കിളെല്ലാം ഉണ്ട് കേട്ടോ, അപ്പോൾ എടുത്ത് മാറ്റി ആ ഉൾക്ക് ബുദ്ധിമുട്ടാവും. അത് പിന്നെ ചടപ്പേക്കാരം. പക്ഷേ കുറച്ചും പാടി കഴിഞ്ഞാൽ മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എടുത്തിടാം. പക്ഷേ മഴ പെയ്യണില്ല, മിന്നലും ഇതും മാത്രം, ഇടിയും മാത്രം. കുറച്ചും പാടി വെയിറ്റ് ചെയ്തോട്ടെ, ഒരു 12-15 വരെ വെയിറ്റ് ചെയ്തോക്കാം. എന്നിട്ടും ഒരു മാറ്റമില്ലെങ്കിൽ കുറച്ചൊരു കിടക്കാം. മഴ പെയ്താൽ നീക്കുക, ബാഗെല്ലാം എടുക്കുക, മാറ്റി വെക്കുക, എന്നിട്ട് ബാഗ് എടുക്കുക, അപ്പുറത്ത് കൊണ്ടുപോയിടുക, അവിടെ വിരിക്കുക, കിടന്നാണ്ട് ഉറങ്ങുക, രാവിലെ നീക്കുക, പോവുക. അത്രേ ഉള്ളൂ. അടുത്തവനെ മഴ പെയ്യാൻ ഞാൻ മതി. ഈ ഇടി മിന്നലൊക്കെ വന്നിട്ട് മഴയൊക്കെ ഒന്ന് നിന്നാൽ സുഖമായി. കാരണം ഞാൻ താഴത്തല്ലേ കിടക്കണേ. എന്തായാലും അടിക്കുമെന്നൊരു പേടി, മനസ്സിലല്ലേ, പേടിയുണ്ടാവും.
ഇത്രയുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഗൈസ് പോണതിൻ്റെ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ഇവിടുത്തെ ടെൻ്റ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടാൻ പോവാണ്. ബിക്കോസ് മഴ പെയ്താൽ ഞാൻ കുടുങ്ങും. ആയതിനാൽ ഞാനിതൊക്കെ എടുത്തിട്ട് തിരിച്ചപ്പുറത്തേക്ക് ഇടട്ടെ, എന്നിട്ട് വരാം. മറ്റേത് ഞാൻ തന്നെ ഇടങ്ങാറാവും. നട്ടപ്പാതിരക്ക് കിടന്നുറങ്ങണതിൻ്റെ ഇടയിൽ കൂടെ നീച്ചാണ്ട് എല്ലാം മാറ്റേണ്ടി വരും. ആ ചേട്ടൻ നല്ല ചേട്ടനാ. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. തുള്ളിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യും, ഉറപ്പായിട്ട് പെയ്യും. ഞാൻ മെല്ലെ എടുത്തിട്ടെ. അപ്പോൾ ഫസ്റ്റ് ബാഗ് പോയി, ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കട്ടെ, വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കാട്ടിരിപ്പ് വരാം. കഴിഞ്ഞ ട്രിപ്പിനിട്ട മണ്ണിൻ്റെ കുറച്ച് അവശിഷ്ടാനുഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇതൊന്ന് ക്ലോസ് ചെയ്യണം. ഒരു മിനിറ്റ്, ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. വെയിറ്റ്. കൊതുക് വലിയ സെറ്റ്, എല്ലാം സെറ്റ്. ഓ കുഴപ്പമില്ല കേട്ടോ. കിടന്നുറങ്ങാൻ ഈ ഷൂ ഈ തലക്ക് വെക്കണം, ഈ ചാർജറൊക്കെ വെക്കണം. ഇപ്പോൾ അങ്ങനെ ഇതിനുള്ളിൽ കൂടെ വെള്ളം വീകും കേട്ടോ. വെള്ളം വീകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ബാഗിൽ തല വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണം. ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം, അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോകും. നമ്മളെങ്ങനെയൊക്കെ കിടക്കാമെന്ന് നമുക്ക് പോലും അറിയില്ല. അതിനുകൊണ്ട് സീന ഫോൺ എടുത്ത് ഫോണ് ഇവിടെ ഈ മൂലൊക്കെ നോക്കാം. അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നിട്ട് ബാഗ് ഇങ്ങനെ മറിച്ച് വെക്കുക. വെള്ളക്കുപ്പിണ്ട് ഇവിടെ, കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ടില്ലടാ ഇതുവരെ. എന്നെ കറക്റ്റ് കാണുന്നുണ്ടോന്നോ? ഓ മൈ ഗോഡ്, ഇതിൽ സ്മൂത്തിൻ്റെ കുപ്പിയുണ്ട്. അതങ്ങനെ പൊട്ടി ചിന്തിയ അത് ഒന്നിനും പറ്റൂല. ഒരു മിനിറ്റ്, റെഡിയാണ്. കുറച്ച് വെള്ളം ചിന്തി, എന്നാലും കുഴപ്പമില്ല. സ്മൂതേ കണ്ടോ, ഒച്ചൊക്കെ ഉണ്ടാക്കണം. ഞാൻ വെറുതെ വാങ്ങിയതാ, ഒരു രസത്തിന് വാങ്ങിയതാ. ഇത് ചിന്തിയോ? ഇനി തെറ്റാ. ഇത് കുറച്ച് കുടിച്ചിട്ടാണ്ട് കിടക്കല്ലേ. ഇത് രാവിലെ എനിച്ചിട്ട് കുടിക്കണം. ഇപ്പോൾ കുടിക്കണ്ടേ കുറച്ച്. കുറച്ചല്ലേ മുഴുവൻ കുടിച്ചു. ഇതിൻ്റെ പുറത്ത് കുറച്ച് പച്ചവെള്ളം കുടിക്കാം. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ. ബൈ.